ഒരൊറ്റ ചോദ്യം. ഒരവസരം കണ്ടാൽ ചിലർ പറയും അത് സാധ്യമാണ്, മറ്റു ചിലർ പറയും ഏയ് നടക്കൂല, റിസ്ക്കാണ്, അല്ലേ? രണ്ടും ഒരേ അവസരമായിരിക്കും. അതായത് രണ്ട് കൂട്ടരും കാണുന്നത് രണ്ട് ലോകം. എന്താ കാരണം? അതായത് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ കാണിപ്പിക്കുന്ന യഥാർത്ഥ ലോകമല്ല, നിങ്ങളുടെ ബ്രെയിൻ തിരഞ്ഞെടുക്കുന്ന ലോകമാണ് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ കാണിപ്പിക്കുന്നത്. ഒരു ദിവസം നിങ്ങളൊരു ചുവന്ന ഒരു പ്രത്യേക ബ്രാൻഡ് കാറ് വാങ്ങുന്ന തീരുമാനിച്ചിരിക്കും. അടുത്ത ദിവസം റോട്ടിൽ നോക്കിക്കോ, ഇത്രയും കാലം കാണാതിരുന്ന അതേ മോഡൽ കാറുകൾ എല്ലായിടത്തും ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇത് തന്നെ മനസ്സിലാണ്ടേ, ഈ കാറുകൾ ഇന്നലൊക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ എന്താണ്, അവയെ പ്രാധാന്യമായി കരുതിയിരുന്നില്ല. ഇന്ന് അത് പ്രധാനമായി. അപ്പം നിങ്ങളുടെ ബ്രെയിന് അവയെ ഫിൽട്ടർ ചെയ്യാതെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതുപോലെ നമ്മൾ കാണുന്നില്ല. ന്യൂറോ സയൻസിൽ ഇതിനെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ തലച്ചോറിലെ ഒരു ഫിൽട്ടർ സംവിധാനമാണ്. കാരണം ഒരു നിമിഷത്തിൽ ലക്ഷക്കണക്കിന് വിവരങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. അവയെല്ലാം നിങ്ങൾക്ക് ബോധപൂർവ്വം അനുഭവിക്കാനുള്ള കഴിവില്ല. അതിനാൽ ബ്രെയിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവയെ അടിസ്ഥാനമാക്കിയിട്ട് ബ്രെയിന് പിക്ക് ചെയ്ത് തരുന്നത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അതിനാലാണ് ഓരോ ദിവസവും എനിക്ക് അവസരങ്ങളില്ല എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ RAS പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവസരങ്ങളല്ല, അവസരങ്ങളില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുപോലെ എനിക്ക് പഠിക്കാം, ഞാൻ വളരും എന്ന് നിങ്ങൾ ആവർത്തിച്ചാൽ അതിനെ ശരിവെക്കുന്ന ആളുകളെയും പുസ്തകങ്ങളെയും ആശയങ്ങളെയും അവസരങ്ങളെയും ബ്രെയിൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്താ സംഭവിച്ചു? ലോകം മാറിയതാ? അല്ല, നിങ്ങളുടെ ഫിൽട്ടർ മാറിയതാ. മനഃശാസ്ത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആശയമുണ്ട്, കൺഫർമേഷൻ ബയസ്. നാം നേരത്തെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത. അത് നമ്മൾ ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ വിശ്വസിക്കാൻ നമ്മൾ സഹായിക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ കൂടുതൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അതിനാലാണ് പരാജയം പ്രതീക്ഷിക്കുന്നവന് എല്ലായിടത്തും അവൻ അപകടം കാണും, വിജയം പ്രതീക്ഷിക്കുന്നവനോ എല്ലായിടത്തും സാധ്യതയും കാണും. ഇവിടെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. ഞാൻ പറഞ്ഞത് അയഥാർത്ഥമായ ലോകത്ത് ജീവിക്കാനല്ല, യഥാർത്ഥം മറക്കൂ, പോസിറ്റീവായി മാത്രം ചിന്തിക്കൂ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കാണും. അതായത് നമ്മൾ രണ്ടിനുള്ള സാധ്യതയുണ്ട്, രണ്ടിനുള്ള സാധ്യതയിലൂടെ നമുക്ക് എന്താ വേണ്ടതെന്ന് മാത്രം നോക്കി കാണും. അത് യഥാർത്ഥം മുഴുവൻ കാണും. നിങ്ങൾ പ്രശ്നങ്ങളെ കണ്ടോ, പക്ഷേ അവസരങ്ങളും കാണ്. എന്നിട്ട് പറ നിങ്ങൾക്ക് എന്താ വേണമെന്ന് പറ. കഴിയില്ല എന്ന് മാത്രം പറയല്ലേ. കാരണം നെഗറ്റീവ് ഫിൽട്ടർ ഉപയോഗിക്കുന്ന ബ്രെയിൻ യഥാർത്ഥത്തിൻ്റെ പകുതി മാത്രമേ നിങ്ങളെ കാണിച്ചു തരുള്ളൂ. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പരിശീലനമാണ് രാവിലെ 7:30 ഞാൻ നടത്തുന്ന IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ച് നോക്കിക്കോ, നിങ്ങളുടെ ലൈഫ് മാറും. ഇതിലെ ആളുകൾക്ക് പുതിയ അറിവ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരുടെ മെൻ്റൽ ഫിൽട്ടറിനെ മാറ്റുന്നത്. കാരണം ആ ഫിൽട്ടർ മാറ്റാതെ അറിവ് എത്ര കയറ്റിയാലും ജീവിതം മാറില്ല. വീഡിയോ നമുക്കൊരു ചോദ്യമായിട്ട് ചെറിയ ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ദിവസവും എന്താണ് നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്കുമോ. എനിക്ക് പറ്റില്ല എന്നാണെങ്കിൽ എന്താ സംഭവിക്കുക? അതല്ല, എനിക്ക് പറ്റും, എനിക്ക് പഠിക്കാം, വളരാം. നിങ്ങൾക്ക് വേണ്ടത് മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നാളെ നിങ്ങൾ കാണാൻ പോണ ലോകം ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലനം മാത്രമായിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മൾ പറയാറ് പുറത്താണ്, അല്ലേ? എന്നാൽ അവിടെ അല്ല. നിങ്ങളുടെ തലച്ചോറിൽ വർഷങ്ങളായിട്ട് കാട്ടിൽ ജീവിച്ച കാരണത്താൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഭയത്തിൻ്റെ സോഫ്റ്റ്വെയർ. അവിടെയാണ് പ്രശ്നം. ഭയം എവിടെ നിന്നാണ് വരുന്നത്, അതിനെ ശാസ്ത്രീയമായി എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.